മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആണവായുധ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വീണ്ടും. ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ വിജയിച്ചെന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി. ഖമേനിയെ മോശവും അപമാനകരവുമായ മരണത്തിൽ നിന്ന് താൻ രക്ഷിച്ചുവെന്നാണ് ട്രംപ് ട്രൂത്ത് പോസ്റ്റിലും ട്രംപ് കുറിച്ചത്. ഖമേനി യുദ്ധത്തിൽ വിജയിച്ചെന്ന നഗ്നവും വിഡ്ഢിത്തവും നിറഞ്ഞതുമായ കള്ളം പറയുകയാണെന്നും ട്രംപ് പറഞ്ഞു. അയാളുടെ രാഷ്ട്രം നശിച്ചു. അയാളുടെ 3 പൈശാചിക ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി. അയാൾ എവിടെയാണ് ഒളിച്ചിരുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇസ്രായേലിനെയും ലോകത്തെ ഏറ്റവും ശക്തവും വലുതുമായ അമേരിക്കൻ സൈന്യത്തെയും ഇയാളെ കൊലപ്പെടുത്തുവാൻ ഞാൻ അനുവദിച്ചില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിന് തന്നോട് നന്ദി പറയേണ്ടതില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ തെഹ്റാനെ നേരിട്ട് ലക്ഷ്യം വെക്കുവാൻ പദ്ധതിയിട്ട ഇസ്രായേലിനെ ഞാൻ തിരികെ വിളിച്ചു. അല്ലെങ്കിൽ നിരവധി നാശനഷ്ടം ഉണ്ടാവുകയും നിരവധി ഇറാനികൾ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു. യുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്രമണമായി ഇത് മാറുകയുമായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞു. ഖമേനിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയെ ദേശത്തിന്റെ വെറുപ്പിന്റെ വിവരണമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ പൂർണ്ണവും വേഗത്തിലുള്ളതുമായ സമ്പൂർണ്ണ പുനരുദ്ധാരണത്തിന് അവസരം ഒരുക്കുമായിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുവാനുള്ള തന്റെ നീക്കത്തെ ഇത് പിന്നോട്ടടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ ലോകക്രമത്തിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവരെ അത് മോശമായി ബാധിക്കും. അവർ എപ്പോഴും ദേഷ്യമുള്ളവരും അസഹിഷ്ണുതയുള്ളവരും അസന്തുഷ്ടരുമാണ്. അത് അവർക്ക് ചുട്ടുപൊള്ളുന്ന, പൊട്ടിത്തെറിച്ച, ഭാവിയില്ലാത്ത, നശിച്ച സൈന്യമുള്ള, ഭയാനകമായ സമ്പദ് വ്യവസ്ഥയുള്ള, ചുറ്റിലും മരണം മാത്രമുള്ള രാജ്യത്തെയാണ് സമ്മാനിച്ചത്. അവർക്ക് പ്രതീക്ഷയില്ല. ഇറാന്റെ നേതൃത്വം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും ട്രംപ് കുറിച്ചു. ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഇറാൻ വിജയം നേടിയെന്ന് അയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു. അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണിതെന്നും യുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചില്ലെന്നും ഖമേനി പറഞ്ഞു. ഇറാനെതിരെ ഇനിയും ആക്രമണമുണ്ടായാൽ അമേരിക്ക കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഖമേനി പറഞ്ഞിരുന്നു. ഇതിനിടെ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിലെ ആക്രമണത്തെക്കുറിച്ച് US സൈന്യം പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടു. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിന് പിന്നിലെ രഹസ്യ ആസൂത്രണവും B-2 വിമാനത്തിന്റെ ബോംബിങ്ങും അടക്കമുള്ള കാര്യങ്ങളാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വിവരിച്ചത്. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള സ്ഫോടനം, പകൽ വെളിച്ചം പോലെ തോന്നി. 30,000 പൗണ്ട് ഭാരമുള്ള കൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബ് ഇറാന്റെ മണ്ണിൽ പൊട്ടിത്തെറിക്കുന്നത് കണ്ടതിനു ശേഷം ഒരു പൈലറ്റ് പറഞ്ഞതായി കെയ്ൻ വ്യക്തമാക്കി. തിരിച്ചെത്തുമോ എന്നറിയാതെയായിരുന്നു US സൈനികർ പറന്നുയർന്നത്. അവർ തിരിച്ചിറങ്ങിയപ്പോൾ വൈകാരിക നിമിഷങ്ങളാണ് ഉണ്ടായതെന്നും കെയ്ൻ പറഞ്ഞു. ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടാണ് US ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ നടത്തിയത്. B-2 ബോംബറുകളിൽ നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ജൂൺ 22 ആക്രമണം. ഭൂമിക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ച ഫോർദോ ആണവ നിലയത്തിന് 2 വഴികൾ ഉണ്ടായിരുന്നതായി US സൈന്യം അവകാശപ്പെട്ടു. ഓരോ പാതയ്ക്കും 3 ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രധാന ഷാഫ്റ്റിന്റെ ഇരുവശത്തും 2 ചെറിയ ഷാഫ്റ്റുകൾ. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ഈ ഷാഫ്റ്റുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളിലൂടെയാണ് ആക്രമണ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയതെന്ന് കെയ്ൻ പറഞ്ഞു. ഡിഫൻസ് ത്രെഡ് റിഡക്ഷൻ ഏജൻസിയിലെ പേര് വെളിപ്പെടുത്താത്ത 2 ഉദ്യോഗസ്ഥർ 15 വർഷത്തിലേറെയായി ഫോർദോ ആണവ കേന്ദ്രത്തെക്കുറിച്ച് പഠിച്ചു. 2009 ഉദ്യോഗസ്ഥരെ ഇറാനിയൻ പർവ്വതനിരകളിലെ പ്രധാന നിർമ്മാണങ്ങളിലെ ചിത്രങ്ങൾ കാണിച്ചു. കൂടുതൽ വിവരങ്ങൾ വിശകലനത്തിനായി കൈമാറി. ഉദ്യോഗസ്ഥർ വർഷങ്ങളോളം ഈ സ്ഥലവും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു. ആണവ കേന്ദ്രം നശിപ്പിക്കുവാൻ ശേഷിയുള്ള ആയുധം അമേരിക്കയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷിക്കുന്നതെന്നും കെയ്ൻ പറഞ്ഞു. ജൂണിൽ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ദൌത്യം നടപ്പിലാക്കാനുള്ള ഉത്തരവ് വന്നു. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ അങ്ങനെയാണ് ആരംഭിച്ചതെന്നും കെയ്ൻ പറഞ്ഞു. ഇറാനുമായുള്ള 12 ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇസ്രായേൽ വെടിനിർത്തലിൽ സമ്മതിച്ചതിന് പിന്നിൽ പല വിശകലനങ്ങളും വരുന്നുണ്ട്. എയർ ഡിഫൻസ് സംവിധാനങ്ങളും ആയുധങ്ങളും പോർമുനകളും ഒക്കെ തീരുവാൻ പോവുകയാണെന്നും യുദ്ധം കൂടുതൽ നാൾ നീണ്ടാൽ ഇസ്രായേൽ പ്രതിസന്ധിയിലാകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. എന്നാൽ ഒരു സുപ്രധാന വാർത്ത കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ന്യൂസ് 12 ചാനൽ പുറത്തുവിട്ടിരുന്നു. ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിലയിരുത്തലുള്ളത്. ഇതായിരുന്നു ആ റിപ്പോർട്ട്. ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുകയും ഉന്നത സൈനിക നേതൃത്വത്തെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഇസ്രായേൽ ജൂൺ 13 ആക്രമണത്തിന് തുടക്കമിട്ടത്. ഇറാന്റെ 12 ദിവസം കൊണ്ട് 3 ഉന്നത സൈനിക കമാൻഡർമാരെ വധിക്കുകയും ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 100-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തെന്നാണ് IDF വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു. അവിടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയെല്ലാം തകർത്ത് ഇറാന്റെ മിസൈൽ ഇസ്രായേൽ വലിയ പ്രഹരമേൽപ്പിച്ചു. ഡിഫൻസ് ആസ്ഥാനത്തും സയൻസ് റിസർച്ച് കേന്ദ്രത്തിലും തെക്കൻ ഇസ്രായേലിലെ സൈനിക താവളങ്ങളിലും ടെക് പാർക്കിലുമെല്ലാം വൻ നാശം വിതച്ചു. കൂടുതൽ നാൾ നീണ്ടുപോയേക്കാവുന്ന അപായ സാധ്യതയുള്ള ക്ലസ്റ്റർ ബോംബുകൾ വരെ ഇറാൻ പ്രയോഗിച്ചതായി ഇസ്രായേൽ ആരോപിക്കുകയുണ്ടായി. എന്നാൽ ന്യൂസ് 12 ചാനലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ കൈവശം ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങളുണ്ടെന്നാണ് IDF വിലയിരുത്തുന്നത്.
ഇതുവരെ 500 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക്. ഇതിൽ 90% വിജയകരമായി തകർക്കുവാനായെങ്കിലും 10% പ്രതിരോധം തകർത്ത് അപകടമുണ്ടാക്കിയെന്നും സൈന്യം സമ്മതിച്ചു. എന്നാൽ തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ 2 ദീർഘദൂര മിസൈലുകൾ ഇനിയും ഇറാൻ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് IDF മനസ്സിലാക്കുന്നത്. വൻ പ്രഹരശേഷിയുള്ള ഒറ്റ മിസൈലിലെ പോർമുനയിൽ 10 അതിലധികമോ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇവ. എയർ ഡിഫൻസിന് കണ്ടെത്തുവാനോ തിരിച്ചറിയുവാനോ പോലും അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. കണ്ടെത്തിയാൽ തന്നെ നിർവീര്യമാക്കുവാനും ദുഷ്കരമായ മിസൈലുകളാണ് ഇവ. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് വൻ നാശം വിതയ്ക്കുവാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാൻ ഇപ്പോഴും ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണെന്നാണ് IDF വിലയിരുത്തുന്നതെന്ന് ന്യൂസ് 12 റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. തങ്ങളുടെ പഴയ ആയുധ ശേഖരത്തിലുള്ള മിസൈലുകൾ മാത്രമാണ് ഇതുവരെ ഇറാൻ പുറത്തെടുത്തതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഷബാബ് 3, ഖൈബർ, ഷെഗൻ, ഇമാദ്, ഖാദിർ ഉൾപ്പെടെയുള്ളവയാണ് ഇതുവരെ ആക്രമണത്തിന് ഉപയോഗിച്ചത്. അവസാനമായി വജ്രായുധങ്ങളായ ഫാത്തിഹും സെജ്ലും ഏറ്റവും വലിയ മിസൈലുകളായ ഖുറം ഷഹർ ഉപയോഗിച്ചുവെന്നും വലിയ ആക്രമണങ്ങൾ നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിന് പുറത്തെടുക്കാത്ത ഇതുവരെ കണ്ടതിലും ഭീകരമായ മാരകായുധങ്ങൾ ഇറാന്റെ ശേഖരത്തിലുണ്ടെന്നാണ് ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ. 3000-ഓളം വരുന്ന മിസൈലുകൾ ശേഖരത്തിൽ വെറും 500 എണ്ണം മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചതെന്ന മറ്റൊരു ഭീതിതമായ സ്ഥിതി മുന്നിലുണ്ട്. ഇതിനെല്ലാം പുറമെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കൂടുതൽ ദുർബലമാക്കുകയും ആയുധശേഖരങ്ങളിൽ കത്തിത്തീരുകയും ചെയ്യുകയാണെന്ന ബോധ്യം IDF-നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രം മുന്നിലുള്ള സമയത്താണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങിയത്. ഹമാസ്, ഹിസ്ബുള്ള അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടും ആവാന്തിക്കാതെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ അംഗീകരിച്ചു രംഗത്തെത്തുന്നതും ഇതിന് പിന്നിൽ നമ്മൾ കണ്ടു. ഇസ്രായേൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾ കഴിഞ്ഞാണ് സ്ഥിതിഗതികൾ വിലയിരുത്തി വെടിനിർത്തൽ ആകാമെന്ന ഇറാന്റെ സ്ഥിരീകരണം വരുന്നതെന്നും ഇതോട് ചേർത്ത് വായിക്കണം. 12 ദിന യുദ്ധത്തിൽ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുവാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചിരുന്നു. കൃത്യമായി നിരീക്ഷിച്ച് കൊലപ്പെടുത്തുവാനായിരുന്നു പദ്ധതി. എന്നാൽ അത്തരത്തിലൊരു ദൗത്യം നടപ്പാക്കുവാനുള്ള അവസരം ലഭിച്ചില്ല. ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കി ഖമേനി മാറി നിന്നുവെന്നും കാറ്റ്സ് പറഞ്ഞു. തങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഖമേനിയെ വധിക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് തിരിഞ്ഞു. ഖമേനി ഇത് മനസ്സിലാക്കി ബങ്കറിനുള്ളിൽ പോയി. കമാൻഡർമാരുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അതുകൊണ്ട് വധിക്കുവാനായില്ലെന്നാണ് ചാനൽ 13 നൽകിയ അഭിമുഖത്തിൽ കാറ്റ്സ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.